സംസാരിച്ചത്. ഒരുപക്ഷെ ഇതിന്റെ പേരിൽ എനിക്ക് മറ്റു മഹലുകളൊന്നും ജോലി കിട്ടിയെന്ന് വരില്ല, ശരി, സമ്മതിച്ചു. എങ്കിലും ഈ ഒരു തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ ദീനീയായ കാര്യങ്ങൾ ഒരുമിച്ചവരാണ്, ദീനിൽ വിശ്വസിക്കുന്നവരാണ്, ദീനനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ആ ദീനെ മുറുകെ പിടിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. അതുകൊണ്ട് എന്റെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും മോശമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പൊരുത്തപ്പെട്ടു തരണമെന്നും എന്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി ദുആ ചെയ്യണമെന്നും എന്റെ മക്കൾ പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി കരുതണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹല്ലുകളിൽ പണിയെടുക്കുന്ന ഉസ്താദുമാരുടെ കണ്ണീരും അവരോട് കാണിക്കുന്ന അവഗണനയും കാണുമ്പോൾ ലജ്ജ കൊണ്ട് തല താഴ്ത്തി പോവുകയാണ്. ഒരു മതപണ്ഡിതൻ എന്ന പരിഗണന പോയിട്ട് ഒരു സാധാരണ മനുഷ്യന് ലഭിക്കേണ്ട പരിഗണന പോലും ഇന്ന് പലയിടങ്ങളിലും ഉസ്താദുമാർക്ക് ലഭിക്കുന്നില്ല. പള്ളി കമ്മിറ്റികളിൽ ഭാരവാഹികളാകാനുള്ള യോഗ്യത ഇന്ന് പലയിടങ്ങളിലും ബാങ്ക് ബാലൻസും രാഷ്ട്രീയ സ്വാധീനവുമാണ്. പണത്തിന്റെ മുമ്പിൽ പണ്ഡിതന്മാരെ ശാസിക്കാനും നിയന്ത്രിക്കാനും ഇറങ്ങിപ്പുറപ്പെടുന്നത് അങ്ങേയറ്റം നീചമായ പ്രവൃത്തിയാണ്. അറിവില്ലായ്മ അലങ്കാരമാക്കരുത്. ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതന്മാർക്ക് മുകളിൽ പണത്തിന്റെ ഹുങ്കുകൊണ്ട് ആജ്ഞാപിക്കുന്ന കമ്മിറ്റിക്കാർ ഓർക്കുക, നിങ്ങൾ പള്ളിയുടെ കാവൽക്കാരാണ്, അല്ലാതെ മതത്തിന്റെ യജമാനന്മാരല്ല. അറിവില്ലാത്തവരെ മാറ്റി നിർത്തി പണക്കാരെ കമ്മിറ്റിയിൽ ഇരുത്തുമ്പോൾ തകരുന്നത് ഒരു മഹലിന്റെ ആത്മീയ അടിത്തറയാണ്. തുച്ഛമായ വേതനം നൽകി അടിമകളെ പോലെ പണിയെടുപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഉസ്താദുമാരെ പട്ടിണിക്കിടാനും പിരിച്ചുവിടാനും നോക്കുന്ന കമ്മിറ്റിക്കാർക്ക് പണ്ഡിതന്മാരുടെ വില അറിയില്ലായിരിക്കാം, പക്ഷേ അവർ കൈപിടിച്ച് നടത്തുന്ന ഒരു തലമുറയാണ്. മഹല്ല് കമ്മിറ്റിയിലേക്ക് ഭാരവാഹികൾ തിരഞ്ഞെടുക്കുമ്പോൾ പണമല്ല, പകരം ദീനീബോധവും വിനയവും പണ്ഡിതന്മാരോടുള്ള ആദരവുമാണ് അളവുകോലാക്കേണ്ടത്. പണ്ഡിതന്മാരെ ബഹുമാനിക്കാത്തവന് അല്ലാഹുമായോ അല്ലാഹുവിന്റെ റസൂലുമായോ ഇസ്ലാമുമായോ എന്ത് ബന്ധമാണുള്ളത്?